ഒരുപാട് പേര് എന്നെ വിളിക്കാറുണ്ട് പല ജില്ലകളിൽ നിന്നും. ദിവസത്തെ എത്ര കോള് വരിക എന്ന് എനിക്ക് തന്നെ അറിയില്ല. പലരും പരാതികൾ പറയാറുണ്ട്. പിന്നീട് കമന്റ് ബോക്സിൽ വരും, ഫോൺ എടുക്കാറില്ല, റീപ്ലൈ തരില്ല എന്നൊക്കെ. ഞാനൊരു സാധാരണ വ്യക്തിയാണ്. ഇപ്പൊ വീട്ടില് നമ്മുടെ ആ പറമ്പിൽ, സലാംഖാന്റെ പറമ്പിൽ കുറച്ച് ഡോഗ്സ് ഉണ്ട്. അതിൽ പാരലൈസ്ഡ് ആയവരുണ്ട്, അങ്ങനെ നടക്കാൻ വയ്യാത്തവരൊക്കെ ഉണ്ട്. കൂട്ടിൽ തന്നെ അപ്പിടുന്ന സാഹചര്യം, മൂത്ര വയ്ക്കുന്ന സാഹചര്യം ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ വൃത്തിയാക്കി, രാവിലെ ഇതൊക്കെ വൃത്തികേടാവും. ഇതൊക്കെ വൃത്തിയാക്കി വെള്ളമടിച്ച് കഴുകി ബ്രഷ് ഇട്ട് ഉരച്ച് വൈപ്പർ ഇട്ട് തുടച്ച് വൃത്തിയാക്കിയിട്ട് വേണം പുറത്തേക്ക് ഇറങ്ങാം. പിന്നെ അവരെ പഴയ പോലെ ചാക്കൊക്കെ ഇട്ട് കെടുത്തണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡേയ്സിയുടെ അടുത്തേക്ക് പോകണം. പിന്നെ ഡേയ്സീനെ നമ്മൾ ക്ലീൻ ചെയ്യണം. ഡേയ്സീനെ ക്ലീൻ ചെയ്തിട്ട് അവളെ തന്നെ മരുന്നൊക്കെ കൊടുത്തിട്ട് ശരിയാക്കി കെടുത്തണം. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം എനിക്ക് പുറത്തേക്ക് ഇറങ്ങാം. എന്നിട്ട് ചിക്കൻ കടയിൽ പോയിട്ട് ചിക്കൻ്റെ എല്ലൊക്കെ എടുത്തോണ്ട് ഇവർക്കുള്ള വെച്ചിരുന്നു, അത് ഐസ് പോകാൻ വെച്ചിട്ട് പിന്നെ അത് ഭക്ഷണം വേവിക്കണം. അത് വേവിക്കുമ്പോൾ തന്നെ സമയം ഏകദേശം ഒരു 5 മണി കഴിയും. അത് ലഞ്ച് ഇപ്പോൾ ഇവർക്ക് ഒരു ടൈം ഫുഡ് കൊടുക്കാൻ പറ്റുന്നുള്ളൂ. നമുക്ക് സമയം തികയാത്ത കാരണം ഒരു സമയത്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് കൊടുക്കും. മനസ്സിലായില്ലേ? ഡേയ്സിയാണിത്. അപ്പം ഇങ്ങനെ കിടപ്പ് രോഗികളെ പോലുള്ള ഇവരേനൊക്കെ പരിചരിക്കുമ്പോൾ ഒരുപാട് സമയം വേണം. പുറത്തുനിന്ന് നമ്മളെ ആദ്യമായിട്ട് വിളിക്കുന്നവർക്ക് നമ്മളിത് ആരോ ഏൽപ്പിച്ച് ജോലി പോലെ, എന്താ നിങ്ങൾ വരാത്തത്, നിങ്ങൾ കൊണ്ടുപോകില്ല കൊണ്ടുപോയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ചോദ്യങ്ങൾ വേറെ. അപ്പോൾ ഞാനൊരു സാധാരണ വ്യക്തിയാണ്. എൻ്റെ വീഡിയോസൊക്കെ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ്. കാണുമ്പോൾ നിങ്ങൾ തിരിച്ചറിയുക. എന്നെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എന്ന് പരിഭവം പരാതിയും പറയുന്നവർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അത് ചെയ്ത് തീർക്കുമ്പോൾ തന്നെ ഒരുപാട് സമയമാവും. അതൊക്കെ കഴിഞ്ഞ് വീണ്ടും കുളിച്ച് വൃത്തിയായിട്ടാണ് പുറത്തെ കേസുകൾ ചെയ്യാൻ പോവാം. അതിൻ്റെ ഇടയിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഇതിൻ്റെ ഇടയിൽ സമയം കിട്ടുമ്പോൾ വീട്ടിലെ കാര്യങ്ങൾ നമ്മൾ അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. ഇതൊക്കെയാണ് അവസ്ഥകൾ. അപ്പോൾ എല്ലാവരും ഒരുപോലെ ഒരു സൂപ്പർമാനെ പോലെ ഓടി നടന്ന് രക്ഷിക്കാൻ എനിക്ക് കഴിയില്ല. ഈശ്വരൻ നിശ്ചയിക്കുന്നത്, പ്രപഞ്ച സൃഷ്ടി, അവർ നിശ്ചയിക്കുന്ന ആ ഒരു സ്ഥലത്ത് എനിക്ക് എത്തിപ്പെടാൻ പറ്റും. അവർ നിശ്ചയിക്കുന്ന ജീവൻ ആയുസ്സുള്ളതിനെ രക്ഷിക്കാൻ പറ്റും. അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. അല്ലാതെ ഞാൻ കോൾ എടുത്തില്ല എന്ന് പറഞ്ഞിട്ടും റീപ്ലൈ തന്നില്ല എന്ന് പറഞ്ഞിട്ടും പരിഭവങ്ങളും പരാതിയും പറയുന്നവർ ക്ഷമിക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇതൊക്കെയാണ് സാഹചര്യങ്ങൾ. എല്ലാവരോടും സ്നേഹം, ഇഷ്ടം മാത്രം. എല്ലാ നന്മകളും നേരുന്നു.